നമുക്ക് മെയിനായിട്ട് ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് ഓരോ ഒബ്ജക്റ്റ് പൊസിഷന് ചേഞ്ച് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിനെയാണ് നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോവുകയാണെങ്കിൽ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയും. അത് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇപ്പം ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനെ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയും. ഇങ്ങനെ ചേഞ്ച് ചെയ്യും. യൂണിഫോം സ്പീഡിലല്ല പോകുന്നത്. സ്പീഡെന്ന് വെച്ചാൽ എന്തുവാ, എത്ര ഫാസ്റ്റിലാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് അതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. അത് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ ആണ് അതിൻ്റെ യൂണിറ്റ്. നമ്മൾ എങ്ങനെയാണ് ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്? തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ഈ തെർമോമീറ്റർ എന്ന് പറയുന്നത് തെർമോമീറ്റർ സ്പെല്ലിംഗ് തെറ്റിപ്പോയി, സോറി. ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ട്, ലബോറട്ടറി തെർമോമീറ്റർ ഉണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ 35 ഡിഗ്രി ടു 42 ഡിഗ്രി സെൽഷ്യസ് മെഷർ ചെയ്യും. ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ -10 ടു 110 ഡിഗ്രി മെഷർ ചെയ്യും. ഇനി കണ്ടക്ഷൻ എന്ന് വെച്ചാൽ സോളിഡിൻ്റെ അകത്തൂടെ ഉള്ള ഒരു സോളിഡ് സബ്സ്റ്റൻസിൻ്റെ അകത്തൂടെ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഒരു ലിക്വിഡോ ഒരു ഗ്യാസ് സബ്സ്റ്റൻസിനകത്തൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ കൺവെക്ഷൻ എന്ന് പറയും. ഒരു മീഡിയവും ഇല്ലാതുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റേഡിയേഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സൂര്യനിൽ നിന്നുള്ള ഹീറ്റ് നമ്മുടെ എർത്തിൽ വരുന്ന റേഡിയേഷൻ വെച്ചാൽ. കാരണം ഇടയ്ക്ക് മീഡിയം ഇല്ല, അറിയാലോ. ഔട്ടർ സ്പേസിൽ എന്താ മീഡിയം ഇല്ല, എയറൊന്നുമില്ല, എന്നിട്ടും ആ ചൂട് വരുന്നു. അത് റേഡിയേഷൻ വഴിയാണ് വരുന്നത്. ഇനി നമ്മളൊരു മിററിനകത്തോട്ട് ഒരു റേ ഇങ്ങനെ വന്നു, അത് റിഫ്ലക്റ്റ് ചെയ്തു. ഇത് റിഫ്ലക്ഷൻ സംഭവിച്ചു. ഈ വരുന്ന നമ്മളൊരു ലൈന് നേരെ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഏത് ആംഗിളിലാണോ ഈ മിററിൽ വന്ന് ഇടിച്ചത്, തിരിച്ചു പോയ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. ഈ രണ്ട് ആംഗിൾ എപ്പോഴും സെയിം ആയിരിക്കും. പലതരം മിററുകളുണ്ട്. ഒരു പ്ലെയിൻ മിററുണ്ട്, അതായത് നമ്മുടെ സാധാരണ മിറർ. അതിനകത്ത് നമ്മുടെ ഓബ്ജക്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. വെർച്വൽ ഓബ്ജക്റ്റ് ആയിരിക്കും. വെർച്വൽ ഓബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ ആ ഓബ്ജക്റ്റിനെ നമുക്കൊരു സ്ക്രീനിനകത്ത് കിട്ടത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു മിററിനകത്താണ് ആ ഓബ്ജക്റ്റ്. അതിപ്പം നമ്മൾ കുറച്ചുകൂടി വേറെ ക്ലാസ്സുകളിലെ നോട്ട്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അതായത് ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മിററാണെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഒരു കോൺകേവ് മിറർ പോലത്തെ മിററുകളൊക്കെ ആണെങ്കിൽ ഒരു ഓബ്ജക്റ്റ് ഇരുന്നാൽ ഇതിൻ്റെ ബാക്കിലായിരിക്കും അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പം നമ്മളൊരു സ്ക്രീൻ ഇവിടെ വെച്ചാൽ ഇത് ഇവിടെ കിട്ടും. പക്ഷേ നമ്മുടെ സാധാരണ മിററിൻ്റെ കേസിൽ ഇവിടെ ഒരു ഓബ്ജക്റ്റ് വെച്ച് ഇതിൻ്റെ ബാക്കിലാണ് ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ക്രീൻ വെച്ചാൽ നമുക്ക് ഈ ഇമേജിനെ കിട്ടത്തില്ല, ഇതിനകത്തൂടെ കാണാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള ഇമേജിനെ റിയൽ എന്നും ഇങ്ങനെയുള്ള ഇമേജിനെ വെർച്വൽ എന്നും ഇങ്ങനെയുള്ള ഇമേജിനെ റിയൽ ഇമേജ് എന്നും പറയും. അത് പിന്നീടുള്ളതിൽ നമ്മൾ പഠിക്കും. ഓക്കെ, നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ തൽക്കാലം ഇത്രയും പഠിച്ചാൽ മതി. അപ്പോൾ ഇത് ഇൻവേർട്ടഡ് ഇമേജുകളായിരിക്കും കേട്ടോ, റിയൽ ഇമേജസ്. അപ്പോൾ അത് നമ്മൾ പഠിക്കും, എങ്ങനെയാണെന്ന് പഠിക്കും. അപ്പം ഇപ്പോൾ തൽക്കാലം പഠിക്കുക. കോൺകേവ് മിററിനകത്ത് ഇൻവേർട്ടഡും മാഗ്നിഫൈഡും ആയിട്ടുള്ള ഇമേജുകളായിരിക്കും. കോൺവെക്സ് മിററിനകത്ത് ചെറുതും വൈഡറും സ്മോൾ ആയിട്ടുള്ള ഇമേജുകളായിരിക്കും. കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നതാണ് മാഗ്നിഫൈയിങ് ഗ്ലാസ്സിന് ഉപയോഗിക്കുന്നത്. കോൺകേവ് ലെൻസാണ് സ്പെക്സിന് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജിനെയാണ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ എ സർക്യൂട്ട്, അതിനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കറണ്ട് എന്ന് പറയുന്നത് ഹീറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിനെയും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. ഇനി വിൻഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക് എയർ മൂവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പ്രോസസ്സാണ് വിൻഡ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഫിസിക്സിൻ്റെ ടോപ്പിക്സ്. ഇനി കെമിസ്ട്രി നമ്മൾ നോട്ട് ചെയ്യാൻ മാത്രമുള്ള ടോപ്പിക്കുകൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആസിഡ് എന്തുവാ? ആസിഡ് എന്ന് വെച്ചാൽ സോർ ടേസ്റ്റാണ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് കളറാക്കും. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവും. ബേസ് എന്ന് പറയുന്നത് ബിറ്റർ ടേസ്റ്റാണ്. റെഡ് ലിറ്റ്മസ് പേപ്പറിനെ അത് ആസിഡ് ഒഴിച്ചാൽ അത് ബ്ലൂ ആയി മാറും. ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും വാട്ടറും ഉണ്ടാവും. ഈ ആസിഡും ബേസും റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറും ആവുന്ന പ്രോസസ്സാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു സൊല്യൂഷനിൽ നിന്ന് പ്യുവർ ക്രിസ്റ്റൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സീ വാട്ടറിൽ നിന്ന് ഉപ്പുണ്ടാക്കുന്നു, അത് ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷൻ എന്താണ്, സോയിൽ എറോഷൻ അങ്ങനത്തെ ഉള്ള ജനറൽ ടോപ്പിക്സാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ.